ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അല്ലേ, കഴിഞ്ഞ ഒരാഴ്ചയിൽ, അതായത് ഡിസംബർ 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനമായിട്ടുള്ള കേസുകൾ നമുക്ക് വൺ ഷോട്ട് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യ ടു ചെയർ ഇന്റർനാഷണൽ IDEA ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പൊ ഇന്റർനാഷണൽ IDEA എന്താണ്? IDEA എന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഡെമോക്രസിയും ഇലക്ട്രൽ അസിസ്റ്റൻസിന്റെയും ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ ഓർഗനൈസേഷൻ ആണ് IDEA. സോ IDEA ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസ്. ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസ് ആണ് ഏത്? ഇലക്ടറൽ അസിസ്റ്റൻസ് ആണ് IDEA. സോ IDEAയുടെ ചെയർ ആയിട്ട് ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതും ആദ്യത്തെ തവണ അല്ലെ, ഫസ്റ്റ് ടൈം ആണ് IDEAയുടെ ചെയർ ആയിട്ട് ഇന്ത്യയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. സോ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ ചെയർ സ്ഥാനത്തേക്ക് ഇന്ത്യയെ ആദ്യമായിട്ട് തെരഞ്ഞെടുത്തു. നെക്സ്റ്റ് പോയിന്റ്, ഹരിയാന മോഡിഫൈസ് ഡിസ്പേഴ്സ്മെന്റ് സിസ്റ്റം അണ്ടർ ദീൻ ദയാൽ ലഡോ ലക്ഷ്മി യോജന. സോ ദീൻ ദയാൽ ലഡോ ലക്ഷ്മി യോജന, ലക്ഷ്മി സ്ത്രീ അല്ലെ, അപ്പൊ ലേഡീസിന് വേണ്ടിയിട്ടുള്ള, വിമണിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ദീൻ ദയാൽ ലഡോ ലക്ഷ്മി യോജന. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റിനെയാണ്? ഹരിയാന സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു ലഡോ ലക്ഷ്മി സ്കീം അതിന്റെ ഡിസ്പേഴ്സ്മെന്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഈ വർഷം, അത് 2025 സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ്. അപ്പൊ ഈ ഒരു സ്കീം എന്നാണ് ലോഞ്ച് ചെയ്തത്? 2025 ലോഞ്ച് ചെയ്തു. 2025 ലോഞ്ച് ചെയ്തു സെപ്റ്റംബർ. സോ ഈ സ്കീം പ്രകാരം സ്ത്രീകൾക്ക്, വാർഷിക വരുമാനം കുറവുള്ള സ്ത്രീകൾക്ക് മാസം 2100 രൂപ കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പൊ ഈ സ്കീമിന്റെ ഡിസ്പേഴ്സ്മെന്റ് രീതി ഏത് സ്റ്റേറ്റ് ആണ് മോഡിഫൈ ചെയ്ത്? ഹരിയാന സ്റ്റേറ്റ് ഗവൺമെന്റ് മോഡിഫൈ ചെയ്ത് എന്താക്കി മാറ്റിയിട്ടുണ്ട്? മന്ത്ലി എന്നുള്ളത് മാറ്റി ക്വാർട്ടർലി ആയിട്ടുണ്ട് അല്ലെ. സോ 3 മാസം കൂടുമ്പോൾ 2100 പകരം 6300 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്തു. ഇപ്പൊ ലഡോ ലക്ഷ്മി യോജന, ദീൻ ദയാൽ ലഡോ ലക്ഷ്മി യോജന ലോഞ്ച് ചെയ്ത് 2025 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്കീമാണ്. അത് റീസെന്റ് മോഡിഫൈ ചെയ്തു. അതിന്റെ ഡിസ്പേഴ്സ്മെന്റ് സിസ്റ്റം ക്വാർട്ടർലി ആക്കി മാറ്റിയത്. സോ അടുത്ത പോയിന്റ് എന്താണ്? സ്റ്റീഫൻ പ്രീസ്നർ ഓഫ് ഓസ്ട്രിയ നെയ്മഡ് UN റെസിഡന്റ് കോർഡിനേറ്റർ ഫോർ ഇന്ത്യ. UN റെസിഡന്റ് കോർഡിനേറ്റർ എന്താണ്? UN-ന്റെ ഒരു രാജ്യത്തുള്ള ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യലിന്റെ പേരാണ് ഈ റെസിഡന്റ് കോർഡിനേറ്റർ. UN ഒഫീഷ്യൽ, ഏറ്റവും ഹയസ്റ്റ് ഒഫീഷ്യൽ ഇൻ എ നേഷൻ, UN റെസിഡന്റ് കോർഡിനേറ്റർ. സോ ഇന്ത്യയുടെ UN റെസിഡന്റ് കോർഡിനേറ്റർ ആയിട്ട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആരെയാണ് റീസെന്റ് അപ്പോയിന്റ് ചെയ്തത്? ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? സ്റ്റീഫൻ പ്രീസ്നറിനെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? ഓസ്ട്രിയയിൽ നിന്നുമുള്ള സ്റ്റീഫൻ പ്രീസ്നറിനെ UN റെസിഡന്റ് കോർഡിനേറ്റർ ഫോർ ഇന്ത്യ ആയിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ UN റെസിഡന്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഏറ്റവും ഹയസ്റ്റ് പദവിയിലുള്ള UN ഒഫീഷ്യലാണ് അദ്ദേഹം. സോ ഇൻഡോ ഫ്രഞ്ച് ബൈലാറ്ററൽ എയർ എക്സസൈസ്. അപ്പൊ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള എയർ എക്സസൈസ് ഏതാണ്? എക്സസൈസ് ഗരുഡ. സോ എക്സസൈസ് ഗരുഡ സക്സസ്ഫുള്ളി കൺക്ലൂഡ് ചെയ്തു. ഇന്ത്യ ഫ്രാൻസ് എയർ എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസ് ഗരുഡ സക്സസ്ഫുള്ളി കൺക്ലൂഡ് ചെയ്തു. അപ്പൊ എവിടെയാണ് എക്സസൈസ് ഗരുഡ നടന്നത്? ഫ്രാൻസിലാണ് നടന്നത്. അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇപ്പോൾ കഴിഞ്ഞത്? 8ാമത്തെ എഡിഷൻ. സോ 8th എഡിഷൻ ഓഫ് ഇൻഡോ ഫ്രാൻസ് എയർ എക്സസൈസ് ഗരുഡ കൺക്ലൂഡ്സ് അറ്റ്, എവിടെയാണ് കൺക്ലൂഡ്സ്? ഇൻ ഫ്രാൻസ്. ഏത് എഡിഷൻ ആണ്? 8th എഡിഷൻ ഫ്രാൻസിൽ കൺക്ലൂഡ് ചെയ്തു. സോ എഗെയിൻ ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. എക്സസൈസ് ഹരിമാവു ശക്തി. പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചപ്പോൾ മാവ് മലേഷ്യ എന്ന് പഠിക്കാൻ പറഞ്ഞല്ലേ, മാ എന്നുള്ള രീതിയിൽ. സോ ഹരിമാവു മലേഷ്യയുടെയും ഇന്ത്യയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ് ഏത്? ഹരിമാവു. സോ ഹരിമാവും ഇന്ത്യ മലേഷ്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇത് എന്ന് പറയുന്നത്? 5ാമത്തെ എഡിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 5th എഡിഷൻ ആണ്. 5ാമത്തെ എഡിഷൻ സ്റ്റാർട്ട് ചെയ്തു.
അഞ്ചാമത്തെ എഡിഷൻ, 5th എഡിഷൻ. അപ്പൊ എവിടെയാണ് ഹരിമാവു എക്സസൈസ് നടന്നത്? രാജസ്ഥാനിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇന്ത്യ മലേഷ്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് എവിടെ നടന്നു? രാജസ്ഥാനിൽ നടന്നു. ഓക്കെ അല്ലേ? എഗെയിൻ അടുത്തത് ഒരു AI ഇമ്പാക്ട് കോൺഫറൻസ് ആണ്. റീജിയണൽ AI ഇമ്പാക്ട് കോൺഫറൻസ് എവിടെ നടന്നത്? മേഘാലയയിലെ ഷിലോങ്ങിൽ നടന്നു റീജിയണൽ AI ഇമ്പാക്ട് കോൺഫറൻസ്. So Canada announces delisting of Syria and HTS from terror-related sanctions. So സിറിയ ടെറർ റിലേറ്റഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് സിറിയയും അതുപോലെ തന്നെ സിറിയയിലെ മിലിറ്റന്റ് ഗ്രൂപ്പായിട്ടുള്ള HTSനെയും ടെറർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് കാനഡ ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ആ ഒരു കാറ്റഗറിയിൽ നിന്നും ഡീലിസ്റ്റ് ചെയ്തു. സോ സിറിയയും HTSനെയും റീസെന്റ് ടെറർ കാറ്റഗറിയിൽ നിന്നും റീലിസ്റ്റ് ചെയ്ത രാജ്യം ഏതാണ്? കാനഡ. Okay. So next point, RBI clears Vikram Sahu's appointment as Bank of America India CEO. So Bank of America Indiaയുടെ CEO ആയിട്ട് ആരെ റീസെന്റ്ലി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ആരെയാണ്? വിക്രം സാഹുവിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഏത് ബാങ്കാണ്? ബാങ്ക് ഓഫ് അമേരിക്ക ഇന്ത്യയുടെ CEO പോസ്റ്റിലേക്ക് ആരെ അപ്പോയിന്റ് ചെയ്തു? വിക്രം സാഹുവിനെ RBI അപ്പോയിന്റ് ചെയ്തു. Again ഒരു എഗ്രിമെന്റ് ആണ്, റീലോസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എഗ്രിമെന്റ്. റെസിപ്രോക്കൽ ഇങ്ങോട്ടും അല്ലെ, റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് സപ്പോർട്ട് എഗ്രിമെന്റ് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് റീസെന്റ് സൈൻ ചെയ്തത്? റഷ്യയുമായിട്ട് റീലോസ് എഗ്രിമെന്റ് റീസെന്റ് ഇന്ത്യ സൈൻ ചെയ്തു. അപ്പൊ ഈ ഒരു എഗ്രിമെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ ഒരു റെസിപ്രോക്കൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പരസ്പര യൂസ് ചെയ്യാം അല്ലെ. അത് എന്താണ്? ഇന്ത്യ ഈ ഡിഫൻസ് എസ്പെഷ്യലി മിലിറ്ററി ലോജിസ്റ്റിക്സ്, അതായത് ഈ മിലിറ്ററി ബേസുകളും ഈ രണ്ട് മിലിറ്ററീസും റഷ്യൻ മിലിറ്ററിയും അതുപോലെ തന്നെ ഇന്ത്യൻ മിലിറ്ററിയും പരസ്പരം അവരുടെ ബേസും കാര്യങ്ങളെല്ലാം ഈ പോർട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെന്റ് ആണ് റീലോസ് എഗ്രിമെന്റ്. ഇത് ഷെയർ ചെയ്യുക, മിലിറ്ററി ലോജിസ്റ്റിക്കുകൾ ഷെയർ ചെയ്യുക. സോ ഷെയറിംഗ് എഗ്രിമെന്റ് ആണ്. അപ്പൊ ഈ എഗ്രിമെന്റ് റീസെന്റ് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് സൈൻ ചെയ്തത്? റഷ്യയുമായിട്ട് സൈൻ ചെയ്തു. സോ അടുത്ത പോയിന്റ് എന്താണ്? രാജസ്ഥാൻ അച്ചീവ്സ് 100% digitization of electoral rolls under SIR. അപ്പോൾ കറന്റ് അല്ലേ SIR, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അല്ലേ. വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്ന വോട്ടേഴ്സിന്റെ പുതിയൊരു ഇതാണ് SIR അല്ലെങ്കിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. അപ്പൊ അതിൽ ആ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIRന്റെ അണ്ടറിൽ ഇലക്ടറൽ റോൾസ് കംപ്ലീറ്റ് ആയിട്ട് 100% ഡിജിറ്റൈസ് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് 100% ഡിജിറ്റലൈസേഷൻ ഇലക്ടറൽ റോൾസിന്റെ 100% ഡിജിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്? രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടർ SIR അല്ലെങ്കിൽ സർവേന്റെ അണ്ടറിൽ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? രാജസ്ഥാൻ. So next point, 11th India International Science Festival. 11th India International Science Festival എവിടെ നടന്നു? ഹരിയാനയിലെ പഞ്ച്കുളയിൽ നടന്നു. So 11th India International Science Festival എവിടെയാണ്? ഹരിയാനയിലെ പഞ്ച്കുളയിൽ നടന്നു. So Banas Dairy launches biocompressed natural gas and fertilizer plant. So Banas Dairy biocompressed natural gas and fertilizer plant എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് ലോഞ്ച് ചെയ്തത്? എവിടെയാണ്? ഗുജറാത്തിൽ ലോഞ്ച് ചെയ്തു. സോ ബയോ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് പ്ലാന്റും അതേപോലെ തന്നെ ഫെർട്ടിലൈസർ പ്ലാന്റും ബാണസ് ഡയറി ഗുജറാത്തിൽ ലോഞ്ച് ചെയ്തു. ആൻഡ് അത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത് ഷായാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ 2025. റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ 2025 ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ലോക്സഭയിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്താണ്? ഡിസ്കണക്ട് ചെയ്യുക അല്ലെ. എന്ത് അല്ലെങ്കിൽ ഏത് സെക്ടറിന് വേണ്ടിയുള്ളതാണ്? മെയിൻലി ഈ നമ്മുടെ വർക്കിംഗ് അവേഴ്സിന് ശേഷം എംപ്ലോയീസിനെ കൂടുതൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുക, മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ഇമെയിലുകൾ അയക്കാം. അപ്പൊ വർക്ക് കഴിഞ്ഞിട്ട് വർക്കിംഗ് ടൈമിന് ശേഷവും അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ആ ഒരു രീതിയില്ലേ. അപ്പൊ അങ്ങനെയുള്ളതിനെ
നല്ല രീതിയിൽ നിരസിക്കാൻ പറ്റുന്ന ഒരു അവകാശം. റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് ലോക്സഭയിൽ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോക്സഭ MP സുപ്രിയ സൂലെയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ്? ലോക്സഭ MP സുപ്രിയ സൂലെ. സുപ്രിയ സൂലെ റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ 2025 ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. So Government of India launches പരീക്ഷാ പേ ചർച്ച. പരീക്ഷാ പേ ചർച്ച നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് അല്ലെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഏത്? പരീക്ഷാ പേ ചർച്ച. സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി എസ്പെഷ്യലി 6 മുതൽ 12ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനും ടീച്ചേഴ്സിനും വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ് പരീക്ഷാ പേ ചർച്ച. ആനുവൽ പ്രോഗ്രാം പ്രധാനമന്ത്രി കണ്ടക്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്ത് നടത്തുന്ന ഒരു ആനുവൽ പ്രോഗ്രാം ആണ് പരീക്ഷാ പേ ചർച്ച. അപ്പോൾ അതിൻ്റെ 9ാമത്തെ എഡിഷൻ അടുത്ത വർഷം ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജാനുവരി എന്ന് പറഞ്ഞാൽ ഈ എക്സാംസ് ഒക്കെ വരുന്ന ഒരു പൂര സമയമാണല്ലോ, എക്സാമിൻ്റെ ടൈം. സോ ആ എക്സാം പേടികളൊക്കെ സ്റ്റുഡൻസിൽ നിന്ന് മാറ്റാൻ വേണ്ടി അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് പരീക്ഷാ പേ ചർച്ച. നമ്മുടെ പ്രധാനമന്ത്രി നേരിട്ട് നടത്തുന്ന പ്രോഗ്രാം. സോ അതിൻ്റെ 9ാമത്തെ എഡിഷൻ 2026 ജാനുവരിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അത് ഏത് വർഷമാണ്? 9ാമത്തെ എഡിഷൻ 2026 വരുമ്പോൾ അത് ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത്? 2018 പരീക്ഷാ പേ ചർച്ച ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് എന്താണ്? Apple has appointed Amar Subramanian as its vice president. So AI സെക്ഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ആപ്പിൾ ആരെ റീസെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? അമർ സുബ്രഹ്മണ്യനെ അപ്പോയിന്റ് ചെയ്തു. സോ ആപ്പിളിന്റെ AI സെക്ഷന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് അമർ സുബ്രഹ്മണ്യനെ അപ്പോയിന്റ് ചെയ്തു. So Indian Navy sends 4 additional ships with 1000 tons of HADR supplies to Sri Lanka under Operation Sagar Bandhu. So HADR supply humanitarian disaster assistance supplies ആണ്. അപ്പോൾ humanitarian disaster assistance supply ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യ റീസെൻ്റ്ലി കൈമാറി. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഒരു തേർഡ് ട്രാഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് അല്ലെങ്കിൽ ഈ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ഏത് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഏത് പേരിൻ്റെ അണ്ടറിലാണ് അത് നടന്നത്? ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു എന്താണ്? ദിത്വ സൈക്ലോൺ അല്ലേ, ദിത്വ സൈക്ലോൺ റീസെൻ്റ്ലി നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയത് ശ്രീലങ്കയിലാണ്. സോ ശ്രീലങ്കയിൽ ഈ ദിത്വ സൈക്ലോൺ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറി. അപ്പോൾ ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നടന്ന ആ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായിട്ട് ആദ്യം പോയ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊണ്ടുപോയ ഇന്ത്യൻ നേവൽ ഷിപ്പുകൾ ഏതൊക്കെ ഷിപ്പുകളാണ്? INS ഉദയഗിരിയും INS വിക്രാന്തുമാണ് ആദ്യം പോയത്. അതിനുശേഷം INS സുകന്യ പോയി. പിന്നീട് റീസെന്റ് കഴിഞ്ഞ ആഴ്ച ഒരു 4 ഷിപ്പുകൾ കൂടി പോയിട്ടുണ്ട്. സോ ആ 4 ഷിപ്പുകൾ ഏതൊക്കെയാണ്? 4 ഷിപ്പുകളുടെ പേര് ഏതൊക്കെയാണ്? LCU 51, LCU 51, 54, 57, ദെൻ INS ഗാരിയാളും കൂടി. ഈ 4 എണ്ണമാണ് ലാസ്റ്റ് ടൈം പോയത്. ആദ്യം ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് പോയത് ഉദയഗിരിയും വിക്രാന്തുമാണ്. ദെൻ രണ്ടാമത് INS സുകന്യ. ഇപ്പൊ റീസെന്റ് 4 INSും കൂടിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് എന്താണ്? റെയിൽടെൽ സയൻസ് എഗ്രിമെന്റ് വിത്ത് നോക്കിയ. സോ റെയിൽടെൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നാഷണൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ മോഡേണൈസ് ചെയ്യാൻ, എസ്പെഷ്യലി റെയിൽവേയുടെ അല്ലെ, അത് മോഡേണൈസ് ചെയ്യാനായിട്ട് റെയിൽടെൽ ഏത് ടെലികോം ഏജൻസിയുമായിട്ടാണ് അല്ലെങ്കിൽ ഏത് മാനുഫാക്ചേഴ്സുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? നോക്കിയയുമായിട്ട് റീസെന്റ് MOU സൈൻ ചെയ്തു. So ancient spiral galaxy Alakananda detected by Indian astronomers with the James Webb Space Telescope. So Indian astronomers അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൊഫസേഴ്സ്, പൂനെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പ്രൊഫസേഴ്സ്, മഹാരാഷ്ട്ര പൂനെയിലുള്ള പ്രൊഫസേഴ്സ് ജെയിംസ് വെബ് ടെലസ്കോപ്പ് വഴി അളകനന്ദ, ഏറ്റവും പഴയ ഒരു ഗാലക്സി ആയിട്ടുള്ള അളകനന്ദ എന്നാണ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ പേര് അളകനന്ദ എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യനല്ലേ പേരിട്ടത്. അപ്പോൾ അളകനന്ദ റിവറിന്റെ ആ ഒരു ഇതിൽ നിന്നും അളകനന്ദ എന്ന് പുതിയ ഗാലക്സിക്ക് പേര് കൊടുത്തിട്ടുണ്ട്. സോ ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ് വിത്ത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വഴിയാണ് ഇത് കണ്ടെത്തിയത്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ? പൂനെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസേഴ്സ്. സോ
next point, National Mineral Development Corporation signs MOU with Indian Institute of Technology Kanpur for cyber security and digital transformation. So National Mineral Development Corporation അല്ലെങ്കിൽ NMDC IIT കാൺപൂരുമായിട്ട് ചേർന്നിട്ട് റീസെന്റ് സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ MOU സൈൻ ചെയ്തു. സോ വേഴ്സ്റ്റ് എയർ പൊല്യൂഷൻ ലെവൽ, ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് എയർ ഉള്ള സിറ്റി എന്ന ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഏത് സിറ്റിയാണ് കഴിഞ്ഞ ഒക്ടോബർ കേസ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് എയർ പൊല്യൂട്ടഡ് സിറ്റി ഏതാണ്? ഗാസിയാബാദ് ആണ്. ഗാസിയാബാദ് ഏത് സ്റ്റേറ്റ് ആണ്? UP ഗാസിയാബാദ് ആണ് വേഴ്സ്റ്റ് പൊല്യൂട്ടഡ് എയർ സിറ്റി. വേഴ്സ്റ്റ് എയർ പൊല്യൂട്ടഡ് സിറ്റി ഇൻ ഇന്ത്യ. So Adani Group to set a 48 megawatt green data center in Telangana. So 48 megawatt green data center. ഇത് റിന്യൂവബിൾ എനർജി ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഡാറ്റാ സെന്റർ ഏത് ഗ്രൂപ്പാണ് തെലങ്കാനയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്? 48 മെഗാവാട്ട് ഗ്രീൻ ഡാറ്റാ സെന്റർ തെലങ്കാനയിൽ അദാനി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. സോ നെക്സ്റ്റ് ഒരു പ്രോഗ്രാം ആണ് ഗ്യാൻ ഭാരതം പ്രോഗ്രാം. ഗ്യാൻ ഭാരതം പ്രോഗ്രാം എന്താണ് സംഭവം? ഇന്ത്യയിലെ മാനുസ്ക്രിപ്റ്റുകൾ, ഇന്ത്യക്ക് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മാനുസ്ക്രിപ്റ്റിന്റെ ഒരു ശേഖരം തന്നെ ഇന്ത്യക്കുണ്ട് അല്ലെ. പല മ്യൂസിയങ്ങളിലും ലൈബ്രറീസിലും ഒക്കെ ആയിട്ട് സൂക്ഷിക്കുന്ന മാനുസ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ് ഗ്യാൻ ഭാരതം. സോ അത് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? മാനുസ്ക്രിപ്റ്റുകൾ, കയ്യെഴുത്ത് പ്രതികൾ എന്ന് പറയും അല്ലെ. പണ്ട് ഈ താളിയോലയിലും വസ്ത്രങ്ങളിലും ഒക്കെ കയ്യെഴുത്ത് പ്രതികൾ ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവാണ് ഗ്യാൻ ഭാരതം പോർട്ടൽ അല്ലെങ്കിൽ ഗ്യാൻ ഭാരതം പ്രോഗ്രാം. So WHO Global Summit on Traditional Medicine. WHO Global Summit on Traditional Medicine. ആരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹി ആണ് അതിന്റെ ഹോസ്റ്റ് പ്ലേസ്. സോ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സെറ്റ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ സോളാർ അഗ്രികൾച്ചറൽ പമ്പ് ഇൻസ്റ്റലേഷൻ. സോ സോളാർ അഗ്രികൾച്ചറൽ പമ്പ് ഇൻസ്റ്റലേഷൻ അല്ലെ PM കുസും സ്കീമിന്റെ അണ്ടറിൽ ഒരുപാട് ഒറ്റ ദിവസം അല്ലെ 30 ദിവസം കൊണ്ട് 147,000 സോളാർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ഗിന്നസ് റെക്കോർഡ് ഏത് സ്റ്റേറ്റിനാണ്? മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റ് 30 ദിവസം കൊണ്ട് ഒരുപാട് സോളാർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത്. ഏത് സ്കീമിന്റെ അണ്ടറിലാണ്? PM കുസും സ്കീമിന്റെ അണ്ടറിൽ. PM കുസും സ്കീമിന്റെ അണ്ടറിൽ അഗ്രികൾച്ചർ സോളാർ പമ്പുകൾ ഇൻസ്റ്റാൾ കുറച്ച് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത സ്റ്റേറ്റ് എന്ന ഗിന്നസ് റെക്കോർഡ് മഹാരാഷ്ട്ര സ്റ്റേറ്റ്. ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഫോർ ആനിമൽ വെൽഫെയർ ുള്ള ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അനന്ത് അംബാനിക്കാണ്. അനന്ത് അംബാനിക്ക് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചു. ആനിമൽ വെൽഫെയർ കാറ്റഗറിയിൽ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് അനന്ത് അംബാനിക്ക് ലഭിച്ചു. അനന്ത് അംബാനി അറിയായിരിക്കുമല്ലോ അല്ലെ. നമ്മൾ ഈ റീസെന്റ് വിവാഹം കഴിഞ്ഞാണ് അദ്ദേഹത്തിന്റെ. അതുപോലെ വന്താര ആനിമൽ റെസ്ക്യൂ ഓപ്പറേഷൻ ആയിട്ടുള്ള വന്താര ഒരു വനം, ഒരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് തന്നെ അദ്ദേഹം ഗുജറാത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ആ വന്താരയുടെ മെയിൻ ആളാണ് അനന്ത് അംബാനി. അദ്ദേഹത്തിനെയാണ് വന്താര. സോ അദ്ദേഹത്തിന് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ആനിമൽ വെൽഫെയർ കാറ്റഗറിയിൽ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചു. നെക്സ്റ്റ് പോയിന്റ്, ഡാറ്റ ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്റൽ സയൻസ് MOU ഫോർ സെമി കണ്ടക്ടർ കൊളാബറേഷൻ. സോ സെമി കണ്ടക്ടർ കൊളാബറേഷനിൽ ടാറ്റ ആരുമായിട്ടാണ്, ഏത് ചിപ്പ് മേക്കേഴ്സുമായിട്ടാണ് റീസെന്റ് MOU സൈൻ ചെയ്തത്? ഇന്റലും ടാറ്റയും കൂടി റീസെന്റ് MOU സൈൻ ചെയ്തു സെമി കണ്ടക്ടർ കൊളാബറേഷൻ സെക്ടറിൽ. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ക്യാരീസ് ഔട്ട് 2 days സാഗർ കവച് കോസ്റ്റൽ സെക്യൂരിറ്റി ഡ്രിൽ. സോ സാഗർ കവച് അല്ലെ നമ്മുടെ ഇന്റർനാഷണൽ അല്ല, ഇന്ത്യക്കകത്തുള്ള ഏജൻസികളിലെല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഡ്രില്ലാണ്. എസ്പെഷ്യലി കോസ്റ്റൽ സെക്യൂരിറ്റി ഡ്രില്ലാണ് സാഗർ കവച്. ഇന്ത്യൻ നേവി, അതുപോലെ പോർട്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ ഇവരെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി ഡ്രില്ലാണ് സാഗർ കവച്. അപ്പൊ സാഗർ കവച് എവിടെയാണ് നടന്നത്? ഏതൊക്കെ തീരത്താണ് നടന്നത്? മെയിൻലി മഹാരാഷ്ട്ര, ഗോവ തീരത്ത്. സോ മഹാരാഷ്ട്ര, ഗോവ തീരത്ത് സാഗർ കവച് സെക്യൂരിറ്റി ഡ്രിൽ കണ്ടക്ട് ചെയ്തു.
നെക്സ്റ്റ് പോയിന്റ്, ലാൻഡോ നോറിസ് വിൻസ് ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പ്. സോ ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആർക്കാണ് നേടിയത്? ആർക്കാണ്? മെക്ലറൻ ഡ്രൈവർ ആയിട്ടുള്ള ലാൻഡോ നോറിസ് ആണ് ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. വേൾഡ് യങ്ങസ്റ്റ് ഫിഡെ-റേറ്റഡ് ചെസ് പ്ലെയർ, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പ്ലെയർ, ഫിഡെ റേറ്റ് ചെയ്ത്, ഫെഡറേഷൻ ഓഫ് ചെസ് റേറ്റ് ചെയ്തിട്ടുള്ള ചെസ് പ്ലെയർ ആരാണ്? സർഭാഗ്യ സിംഗ് കുശ്വാഹ. അപ്പോ എത്ര വയസ്സാണ്? വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്, 3 years ഉള്ള കുഞ്ഞാണ്. ഏത് സ്ഥലമാണ്? നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യക്കാരിയാണ്, മധ്യപ്രദേശുകാരിയാണ് സർഭാഗ്യ. കാര്യമല്ല, മധ്യപ്രദേശുകാരൻ, ബോയ് ആണ്. സോ സർഭാഗ്യ സിംഗിനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഫിഡെ റേറ്റ് ചെയ്തിട്ടുള്ള ചെസ് പ്ലെയർ. So Dr. Renuka Iyer appointed Chief Medical Officer of NCCN, NCCN, Cancer Center on National Comprehensive Cancer Network-ന്റെ ആരായിട്ടാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഡോക്ടർ രേണുക അയ്യർ. ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ രേണുക അയ്യറിനെ നാഷണൽ കോംപ്രിഹെൻസീവ് ക്യാൻസർ നെറ്റ്വർക്കിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. Okay, so next point, India to host 20th UNESCO Intangible Cultural Heritage Session. അപ്പോൾ 20ാമത്തെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് സെഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യയാണ്. So next, Deloitte to launch AI powered tax pragya platform. ഒരു AI powered tax research platform ആണ് ടാക്സ് പ്രഗ്യ. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഗ്ലോബൽ ടാക്സ് ഓർഗനൈസേഷൻ, ടാക്സ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിലോയിറ്റ് ആണ് ടാക്സ് പ്രഗ്യ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന ഒരു AI powered റിസർച്ച് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാക്സ് പ്ലാറ്റ്ഫോം, ടാക്സ് റിസർച്ച് പ്ലാറ്റ്ഫോം ആണ് ഏത്? ടാക്സ് പ്രഗ്യ. സോ പ്രോജക്റ്റ് മഹാദേവ, a comprehensive grassroots football program for under 13 boys and girls. So പ്രോജക്റ്റ് മഹാദേവ ഫുട്ബോൾ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. 13 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ഫുട്ബോൾ ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അപ്പൊ അത് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ്? മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കുട്ടികൾക്കിടയിൽ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കിടയിൽ ഫുട്ബോൾ ആ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് പ്രോജക്റ്റ് മഹാദേവ. സോ നെക്സ്റ്റ് പോയിന്റ്, തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മിറ്റ് സെക്യൂർസ് 5.75 lakh crore ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ്. സോ റീസെന്റ് നടന്ന തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മിറ്റിൽ 5.75 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് തെലങ്കാന ഗവൺമെന്റിന് ലഭിച്ചു. സോ ഗ്ലോബൽ AI കോൺക്ലേവ് എവിടാണ് നടന്നത്? ചെന്നൈയിലാണ് ഗ്ലോബൽ AI കോൺക്ലേവ് നടന്നത്. സോ ഇന്ത്യ പോസ്റ്റ് ഇനോഗ്രേറ്റ്സ് കേരളാസ് ഫസ്റ്റ് ജെൻസി പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൗണ്ടർ. സോ കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൗണ്ടർ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? കേരളത്തിലെ CMS കോളേജ് കോട്ടയത്ത് സ്റ്റാർട്ട് ചെയ്തു. സോ ഇന്ത്യയില് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി യൂണിവേഴ്സിറ്റി സെക്കൻഡ്, IIT ഡൽഹിയിൽ ആദ്യത്തത് കേട്ടോ. അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, ഡൽഹി യൂണിവേഴ്സിറ്റി അല്ല, IIT ഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ്. കേരളത്തിലെ ആദ്യത്തെ എവിടെയാണ്? CMS കോളേജ് കോട്ടയത്ത് ജെൻസി പോസ്റ്റ് ഓഫീസ് എക്സ്റ്റൻഷൻ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തു. സോ സ്ക്വാഷ് വേൾഡ് കപ്പ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ചെന്നൈ ആണ് സ്ക്വാഷ് വേൾഡ് കപ്പ്. ഒരേ നിരയിൽ ഇത് 3ാം തവണയാണ് ചെന്നൈ സ്ക്വാഷ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. 3rd കൺസിക്യൂട്ടീവ് ടൈം. സോ 33rd സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ഒഫീഷ്യലി തായ്ലൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 33ാമത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസ്. സോ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് കാറ്റഗറിയിൽ ആഡ് ഓൺ ആയിട്ടുള്ള പുതിയൊരു ഇന്ത്യൻ ഫെസ്റ്റിവൽ ഏതാണ്? ദീപാവലി. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ആയിട്ടുള്ള ദീപാവലി യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ റീസെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൈക്രോസോഫ്റ്റ് ഇന്ത്യയിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പോകുന്നു. ഏഷ്യയിൽ തന്നെ അവരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. മൈക്രോസോഫ്റ്റ് എത്ര രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് റീസെന്റ് ഇന്ത്യയിൽ നടത്താനായിട്ട് പോകുന്നത്?
17.5 ബില്യൺ US$. സോ ഇൻഡിജിനസ് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം. ഇപ്പൊ ഡൽഹി നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആയിട്ടുള്ള ഡൽഹിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിജിനസ് എയർ വെപ്പൺ സിസ്റ്റം, എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം ഇന്ത്യ തലസ്ഥാനം നമ്മുടെ നാഷണൽ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഡിപ്ലോയ് ചെയ്യാനായിട്ട് പോകുന്നു. സോ നമ്മുടെ SSC MTS എക്സാം അല്ല എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. നടക്കൂ, തീർച്ചയായിട്ടും നടക്കും. ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഈ എൻഡ് അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്കോട് കൂടി നിങ്ങളുടെ എക്സാം ഉണ്ടാകും. സോ പ്രിപ്പറേഷൻ ഒന്നും ലാഗ് ആക്കണ്ട, ഇതിൽ കണ്ടിന്യൂ ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, അതിൻ്റെ അനാലിസിസ് പോവുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സാം PYQ ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 20 ഫുൾ ലെന്ത് ടെസ്റ്റ്, അതായത് 1500-ലധികം ക്വസ്റ്റ്യൻസ് വിത്ത് റീസെന്റ് കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ എക്സാം ബാച്ച് ലൈവായിട്ട് അഡ്മിഷൻ ഗോയിങ് നടക്കുകയാണ്. സോ ആ ഒരു ബാച്ച് അഡ്മിഷൻ ജോയിൻ ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഷീറ്റിൽ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കോഴ്സ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് AZB ലേണിംഗ് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ എന്നാണ് 7th ഡിസംബർ ആണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ വരുന്നത്. ആംഡ് ഫോഴ്സസ് ഫ്ലാഗ് ഡേ 7th ഡിസംബർ, അല്ലെങ്കിൽ ഫ്ലാഗ് ഡേ, നാഷണൽ ഫ്ലാഗ് ഡേ 7th ഡിസംബർ. ഹ്യൂമൻ റൈറ്റ്സ് ഡേ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ് ഡേയും അതിൻ്റെ തീമും ഇമ്പോർട്ടൻ്റ് ആണ്. 10th ഡിസംബർ ആണ് ഈ വർഷത്തെ തീം, ഹ്യൂമൻ റൈറ്റ് അവർ എവരിഡേ എസെൻഷ്യൽ. സോ നോബൽ പ്രൈസ് ഡേ എന്നാണ്? നോബൽ പ്രൈസ് ഡേ വരുന്നത് December 10. ആൽഫ്രഡ് നോബലിന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ് നോബൽ പ്രൈസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ മൗണ്ടൻ ഡേ December 11. യുണിസെഫ് ഫൗണ്ടേഷൻ ഡേ വരുന്നത് December 11. ബോധി ഡേ, ബുദ്ധൻ ആ ഒരു എന്താണ് ബോധോദയം ഉണ്ടായത് ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ധ്യാനിച്ചപ്പോഴാണ് അല്ലെ. അപ്പൊ ആ ഒരു ദിവസം അല്ലെങ്കിൽ ബോധി ഡേ എന്നാണ് December 8. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ഡേ December 12. ആൻഡ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ December. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ആഴ്ചയിലെ ഡേയ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ്? ഇത് റിവൈസ് ചെയ്യുക. ഇതിന്റെ PDF-ഉം നോട്ട്സും ഫ്രീ ക്ലാസ്സും നോട്ടിഫിക്കേഷൻസും വരുന്ന എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ട്സും PDF-ഉം അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻസും ഒക്കെ ഫ്രീ ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കാണുക, ഒന്ന് വീക്ക്ലി അതൊന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഒരുവിധം സെറ്റായിരിക്കും. സോ എന്തായാലും നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.